ഇന്നത്തെ നമ്മുടെ റെസിപ്പി കേക്ക് ചോക്ലേറ്റ് ആണ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ്. പിന്നെ 2 നുള്ള് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. ഇതെല്ലാം കൂടെ കൂട്ടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ രീതിയിൽ മിക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ 3 പ്രാവശ്യം അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയോ ചെയ്യാം. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള പാലൊഴിച്ച് നമുക്ക് നന്നായി ഒന്ന് കട്ട കെട്ടാതെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം പഞ്ചസാര പൊടിച്ചെടുക്കുക. ഇത് 1/4 കപ്പ് പഞ്ചസാരയാണ്, അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗളിലേക്ക് 2 മുട്ടയാണ്, അത് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്ത് ഒന്നുകൂടി അടിച്ചതിന് ശേഷം അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് എണ്ണയാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്നുകൂടി നമുക്ക് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഞാനെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നല്ല കട്ടിയുള്ള ഒരു ബാറ്ററാണ്. 1.5 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെറിയ ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്നും പകുതി മറ്റൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. പകുതി ഞാൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ചോക്ലേറ്റിൻ്റെ കൊക്കോ പൗഡർ മിക്സ് ചെയ്തത് നമുക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഒരു ബേക്കിംഗ് ട്രേയിൽ 2 പോർഷനായിട്ടാണ് ചെയ്യുന്നത്. ഒരു പകുതി ഭാഗത്ത് വാനിലയും പകുതി ഭാഗത്ത് ചോക്ലേറ്റുമായിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2 പ്രാവശ്യമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ടാപ്പ് ചെയ്തതിന് ശേഷം പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ബേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം അതിൻ്റെ സൈഡ്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കി വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഈ കേക്ക് വളരെ സോഫ്റ്റാണ്. ഈ രീതിയിൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. ഇനി ഇതിന് വേണ്ട ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. അതിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് വൈറ്റ് ചോക്ലേറ്റ് ആണ്. ഇത് നമുക്ക് കേക്കിൻ്റെ ഓരോ പീസുകളായിട്ട് നമുക്ക് അതിൽ കോട്ട് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അല്പം സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റിൻ്റേതും, ഡാർക്ക് ചോക്ലേറ്റ് അല്ല മിൽക്ക് ചോക്ലേറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൂടി ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് ചോക്ലേറ്റാണിത്. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തണുത്തതിന് ശേഷം നമുക്ക് ഇത് കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.